അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി ഏകാധിപനെ നീതിപ്പൂങ്ങളങ്ങയ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ മാർഗത്തിൽ അംഗീകരിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗദൃഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖിലരക്ഷകൻ അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു. സൈനിങ് പറയട്ടെ. Hi, good afternoon all. Today, the International Day of Disaster Reduction Day. The day was established by the United Nations General Assembly in 1989 to promote a global culture of risk awareness and disaster reduction. It celebrates how people and communities are reducing their exposure to disasters and raising awareness about the risk they face. The theme for the 2025 International Day for Disaster Risk Reduction is Fund Resilience, Not Disasters. This theme highlights the need to shift focus from reactive disaster reopen to protective investment in disaster risk reduction. അതായത് ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അപകട സാധ്യതകളെക്കുറിച്ച് അവബോധനം ദുരന്ത ലഘൂകരണവും സംബന്ധിച്ച ഒരു ആഗോള സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1989 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിനം സ്ഥാപിച്ചത്. ജനങ്ങളും സമൂഹങ്ങളും ദുരന്തങ്ങളോടുള്ള അവരുടെ സമ്പർക്കം എങ്ങനെ കുറയ്ക്കുന്നുവെന്നും അവർ നേരിടുന്ന അപകട സാധ്യതകളെക്കുറിച്ച് അവബോധം വളർത്തുന്നുവെന്നും ഇത് പറയുന്നു. 2025 ദുരന്ത സാധ്യതകളെ കുറയ്ക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനത്തിന്റെ പ്രമേയം ദുരന്തങ്ങളല്ല ഫണ്ട് പ്രതിരോധശേഷി എന്നാണെന്നും പ്രതിപ്രവർത്തന ദുരന്ത നിവാരണത്തിന് സാധ്യത കുറയ്ക്കുന്നതിനുള്ള മുൻകൈ എടുത്തുകൊണ്ട് നിക്ഷേപങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റേണ്ടതിന്റെ ആവശ്യകതയെയും ഈ തീം എടുത്തു കാണിക്കുന്നു. സൈൻ ബൈ സുമയ്യ. താങ്ക് യു. തോട്ട് ഞാനാണ്. Accept your past without regret, handle your present with confidence, and face your future without fear. Dr. APJ Abdul Kalam. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. മിസ്സേ, Yes. ഇന്ന് ഞങ്ങൾ റോൾ പ്ലേ ചെയ്തോട്ടെ? ചെയ്തോളൂ. ഞങ്ങള് ഫ്രൈഡേ മിസ് ആതിര മിസ്സിന്റെ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പൊ മിസ്സും പറഞ്ഞു ജിഷ മിസ്സിന്റെ ക്ലാസ്സിലും ചെയ്താൽ മിസ്സിന് ചിലപ്പോൾ ഇഷ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ എന്തായാലും പ്രാക്ടീസ്ഡ് ആണ്. അപ്പൊ മിസ്സിന്റെ ക്ലാസ്സിലും കൂടി ഒന്ന് അവതരിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. Okay, please. ഒരു 10 മിനിറ്റ് മിസ്സേ. Okay, no problem. റോസ്മിക്ക് ടൈം കിട്ടുമല്ലോ അല്ലേ? ഞങ്ങൾ 10 മിനിറ്റ് മതി. മിസ് എല്ലാവരും ഒന്ന് വീഡിയോ ഓഡിയോ ഒക്കെ ഒന്ന് ഓഫ് ആക്കി വെക്കണം. പിന്നെ ഞങ്ങൾ ഒരു 5 പേര് പിൻ ചെയ്യും വേണം മിസ്സേ. ഞാൻ ഇൻഫോം ചെയ്യാം. 5 പേര് ആരൊക്കെയാന്നും കൂടെ പേര് എനിക്കൊന്ന് പറയാമോ? ലുദിയ. ഒരു മിനിറ്റ്. ഓക്കെ, ലുദിയ,
ജയശ്രീ, ജയശ്രീ, ഐശ്വര്യ, ഐശ്വര്യ രാഹുൽ ടോമിസ്. ഐശ്വര്യ രാഹുൽ തന്നെയാണോ നമ്മൾ കാണുന്നത്? ആ യെസ്, ഐശ്വര്യ രാഹുൽ. ഓക്കെ, പിന്നെ ഗോപിക രമ്യ. ഗോപിക, രമ്യ. ഗോപിക. കവിത ശേഷം അല്ല, നരേറ്റ് ചെയ്യുന്ന ആള് വേണ്ടല്ലോ. ഓക്കെ, രമ്യ മേനോത്ത്, അത് കാണുന്നതാണോ രമ്യ? അതെ അതെ മിസ്, അതെ. ഇത്രയും പേര് മതിയോ? ലിദിയ, ജയശ്രീ, ഐശ്വര്യ രാഹുൽ, ഗോപിക, രമ്യ. യെസ് മിസ്. എല്ലാവരും ഒന്ന് ക്യാമറ ഒന്ന് ഓഫ് ആക്കണം കേട്ടോ. ഓഡിയോയും രണ്ടും ഒന്ന് ഓഫ് ആക്കണേ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ. നമസ്കാരം കൂട്ടുകാരെ. നമുക്കിന്ന് കാട്ടിലൂടെ ഒരു യാത്ര പോയാലോ? എല്ലാവരും തയ്യാറാണോ? വരൂ, നമുക്ക് ഒന്നിച്ചു പോകാം. കാട് കാണാൻ എന്തു ഭംഗിയാണെന്നോ. കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. കാട്ടിൽ സിംഹമുണ്ട്, കടുവയുണ്ട്, കരടിയും കുറുക്കനും മാനും മുയലും അങ്ങനെ ധാരാളം മൃഗങ്ങളുണ്ട്. ഈ കാട്ടിലേക്ക് അടുത്ത ഗ്രാമത്തിൽ നിന്നും ഒരു കഴുത വരുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ ഒരു സംഭവം കഥയായി വിവരിക്കുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്റെ കൂടെ കുറച്ച് കൂട്ടുകാരും കൂടിയുണ്ട്. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? കഴുതയെ അവതരിപ്പിക്കുന്നത് രമ്യ. കരടിയായി വരുന്നതോ ജയശ്രീ. കുറുക്കനായി വരുന്നത് ഗോപിക. സീബ്രക്കുട്ടിയായി വരുന്നത് ലുദിയ. തത്തപ്പെണ്ണായി വരുന്നതോ നമ്മുടെ ഐശ്വര്യ. കഥാവിവരണം കവിത. കുറുക്കന്റെ കൗശലം എന്നാണ് കഥയുടെ പേര്. അപ്പോൾ നമുക്കിനി കഥ കേൾക്കാം. ഒരിക്കൽ ഒരിടത്ത് ഒരു പാവം കഴുതയുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മുടെ പാവം കഴുത വളരെ വിഷമത്തോടെ ഓരോന്ന് ആലോചിച്ച് കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. എന്തായിരിക്കും കഴുതയുടെ വിഷമം? അറിയണ്ടേ നമുക്ക്? കഴുത പറയുന്നത് കേൾക്കൂ. എനിക്കും ബുദ്ധി വരും, ഞാനും ബുദ്ധി നേടും. നോക്കിക്കോ. അയ്യയ്യോ, ഇതായിരുന്നു കഴുതയുടെ വിഷമം. കഴുതയ്ക്ക് ബുദ്ധിയില്ലെന്ന്. പാവം കഴുത അല്ലേ കൂട്ടുകാരെ? കഥ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയണേ, കഴുതയ്ക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന്. കഴുത ഇങ്ങനെ വിഷമിച്ചു നടന്നു വരുമ്പോൾ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു കുഞ്ഞു സീബ്രക്കുട്ടിയെ കാണാനിടയായി. സീബ്രക്കുട്ടിയോട് കഴുത ചോദിച്ചു, ഏയ് കൂട്ടുകാരാ, ഒന്ന് എഴുന്നേറ്റ്. നല്ല ഉറക്കത്തിലായിരുന്ന കുട്ടി സീബ്ര കണ്ണും തുറന്നു നോക്കി. അപ്പോൾ ദാ നിൽക്കുന്ന ഒരു കഴുത. തന്നെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയ കഴുതയോട് കടുത്ത ദേഷ്യം തോന്നിയ സീബ്ര പക്ഷെ അതൊന്നും പ്രകടമാക്കാതെ പറഞ്ഞു, അതെ കൂട്ടുകാരാ, ഞാൻ ഗ്രാമത്തിൽ നിന്നും വരുവാ. ആയിക്കോട്ടെ. അതല്ല ചങ്ങാതി. പിന്നെ എന്താണെന്നൊന്ന് പറ. അതെ ചങ്ങാതി, ഞാനൊരു ബുദ്ധിശാലിയാണേ. പക്ഷേ കുറച്ചുകൂടി ബുദ്ധി എനിക്ക് വേണം. അതിന്
എന്നെ ഒന്ന് സഹായിക്കാമോ? എങ്ങനെ സഹായിക്കണം? എനിക്കാണെങ്കിൽ നിങ്ങളുടെ അത്ര ബുദ്ധിയൊന്നുമില്ല. അപ്പൊ ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കും? ഹ, അതെനിക്കറിയാം ചങ്ങാതി. എനിക്ക് കാട്ടിലെ മികച്ച വൈദ്യൻ ആരാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഓ, അതാണല്ലേ കാര്യം. ഹമ്മടാ, ഈ കാട്ടിൽ മിടുക്കനായ ഒരു വൈദ്യൻ മാത്രമേ ഉള്ളൂ. ആരത്? വൈദ്യൻ. പേര് കേട്ട വൈദ്യനാ. ബുദ്ധി കൂടാനുള്ള മരുന്നൊക്കെ വൈദ്യന്റെ കയ്യിലുണ്ട്. സത്യമാണോ? അതെ. ഓ, എന്തോരം മൃഗങ്ങളാ ബുദ്ധിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ദേ ആ വഴി പോയാ മതി, വൈദ്യന്റെ ഗുഹ കാണാം. ഒത്തിരി സന്തോഷം. ഓ, ചെല്ല് ചെല്ല്. അങ്ങനെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നെ ശല്യപ്പെടുത്തിയാൽ ഇങ്ങനെ ഇരിക്കും. തന്റെ ഉറക്കം കെടുത്തിയ കഴുതയ്ക്ക് ഒരു പണി കൊടുത്തല്ലോ എന്ന സന്തോഷത്തിൽ സീബ്രക്കുട്ടി വീണ്ടും കിടന്നുറങ്ങി. കഴുത കുറുക്കൻ വൈദ്യന്റെ ഗുഹ അന്വേഷിച്ചു യാത്രയായി. ഇന്നലെ പിടിച്ച ഞണ്ടുകൊണ്ടുണ്ടാക്കിയ കറിയും കൂട്ടി വിഭവസമൃദ്ധമായ ഒരു സദ്യയും കഴിച്ച് ഏമ്പക്കവും വിറ്റ് കുറുക്കൻ വൈദ്യൻ ഗുഹയോട് ചേർന്നുള്ള മരച്ചുവെട്ടി ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് വൈദ്യന്റെ സഹായി വന്നു. വൈദ്യന്റെ സഹായി ആരെന്നറിയണ്ടേ? നല്ല തടിച്ചു കൊഴുത്തുരുണ്ട ഒരു കരടിക്കുട്ടൻ. കിട്ടൻ കരടി കുറുക്കനോട് ചോദിച്ചു, ആശാനിത് എന്തു പറ്റി? ഒന്നും പറയണ്ടടോ, ഗുഹയുടെ പണി പകുതി ആയതേ ഉള്ളൂ. പുഴക്കരയിലെ ഉരുളൻ കല്ലുകൾ ഇനിയും കുറെ വേണ്ടിവരും. പണിക്കാണേൽ ആരെയും കിട്ടത്തുമില്ല. ഞാൻ ആകെ വിഷമത്തിലാണ്. അതെന്തു പറ്റി ആശാനെ? പണി ചെയ്യുന്നവർക്ക് കൂലി വേണമെന്ന്. എന്തൊരു കഷ്ടമാണ്. നമസ്കാരം വൈദ്യരെ. ഓ, അങ്ങനെ തന്നെ. താൻ ആ ചിന്നങ്കരുതിയുടെ കുട്ടിയല്ലേ, അടുത്ത കാട്ടിലെ? അയ്യോ, അല്ല അല്ല, ഞാൻ ഗ്രാമത്തിൽ നിന്നും വന്നതാ. എന്തിനാ വന്നത്? വൈദ്യരെ കാണാൻ. ആ, കണ്ടോ, ഇപ്പൊ വെറുതെ കാണാൻ ഞാൻ നിന്ന് കൊടുക്കില്ല. പിന്നെ താൻ ഗ്രാമത്തിൽ നിന്നും വന്നത് കൊണ്ട് ദേ കണ്ടോ, എനിക്ക് നിറയെ ആരാധകരുണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ട് താൻ വിശ്വസിച്ചോ കിട്ടൻ കരടി? വൈദ്യരെ, എന്റെ ബുദ്ധി ഒന്ന് കൂട്ടണം, അതിനാ വന്നത്. ഹേ, ബുദ്ധി കൂട്ടാനോ? അതെ വൈദ്യരെ, മറ്റുള്ളവരെ പോലെ ബുദ്ധി ഉപയോഗിച്ച് എനിക്കും പ്രശസ്തനാകണം. ബുദ്ധി എത്ര കിലോ വേണ്ടി വരും? എത്രയായാലും കുറയാതെ വേണം. ഹാ, അപ്പൊ തനിക്ക് ബുദ്ധി വേണം, അതും കിലോ കണക്കിന്. അതെ, പറ്റിയാൽ കുറച്ച് നൃത്തവും പാട്ടും കൂടി പഠിക്കണം. കുറുക്കൻ ആലോചിക്കുന്നു. ഈ മണ്ടനായ കഴുതയെ കൊണ്ട് ഗുഹയുടെ പണി മുഴുവനും ചെയ്യിക്കാം. ഹാ, ശരി, കുറച്ചു ദിവസം നീ ഇവിടെ താമസിക്കണം. താമസിക്കാനേ ബുദ്ധി കൂടുമോ? കൂടും കൂടും. ഈ കരടിയെ കണ്ടോ, ബുദ്ധി രാക്ഷസനാ. അത്രയും ബുദ്ധി മതിയോ? ഓ, മതി മതി മതി. ഹാ, എന്നാ ഞാൻ പറയുന്നതൊക്കെ കൃത്യമായി ചെയ്തു തുടങ്ങിക്കോ. എല്ലാം ചികിത്സയുടെ ഭാഗമാണ്. അങ്ങനെ ബുദ്ധി കൂടാനായി എത്തിച്ചേർന്ന കഴുത കുറുക്കൻ വൈദ്യൻ പറയുന്നതനുസരിച്ച് ഓരോ ജോലിയും കൃത്യമായി ചെയ്തു തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം, ഹാവും, അങ്ങനെ എന്റെ ഗുഹയുടെ ജോലികളെല്ലാം ആ മണ്ടൻ കഴുതയുണ്ടായോണ്ട് കഴിഞ്ഞു. ഇനി ഈ പരിസരം ഒന്ന് വൃത്തിയാക്കണം. ആശാനെ,
അലറണ്ട, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ആ കഴുതയുടെ ബുദ്ധി എന്നെക്കാൾ കൂടുമോ? ഇപ്പോ പകുതി കൂടി, കുറച്ചു കാലം കൊണ്ട് മുഴുവൻ കൂടും. എന്നെക്കാൾ ബുദ്ധി കൂടുമോ? ഹേയ്, അങ്ങനെ ഞാൻ ചെയ്യുമോ? നീയല്ലേ ഈ കാട്ടിലെ ബുദ്ധി രാക്ഷസൻ. വേഗം ചെന്ന് തേനെടുക്ക്. ആ കഴുതയെ കൊണ്ടുപോയി കുറച്ച് തടിയും കൂടി കൊണ്ടുവാ. ശരി ആശാനെ. ഇങ്ങനെ കുറച്ച് മണ്ടന്മാരുള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. അല്ല കരടി ചേട്ടാ, ഞാൻ വന്നിട്ട് കുറച്ചു കാലമായല്ലോ. ഇനിയും ഒത്തിരി ഞാൻ കാത്തിരിക്കേണ്ടി വരുവോ ബുദ്ധി വെക്കാൻ? പിന്നെ വേണം. നീ നടന്നോ, ഞാൻ തേനെടുത്തിട്ട് വരാം. ശരി അമ്മേ, ഇത് ഭാരം. ഇതൊക്കെയും കുറച്ചു നാളുകളായി മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു പഞ്ചവർണ്ണ തത്ത കാണുന്നുണ്ടായിരുന്നു. തത്ത പതിയെ കഴുതയുടെ അടുത്തേക്ക് പറന്നിറങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളെ കുറച്ചു കാലമായി കാണുന്നു. നിങ്ങൾ ഈ കാട്ടിലുള്ളതാണോ? ഏയ് അല്ല, ഞാൻ ഗ്രാമത്തിൽ നിന്നും വന്നതാ. എന്തിന്? കഴുതക്കുട്ടൻ താൻ കാട്ടിൽ വരുന്നതിനുള്ള കാരണം പഞ്ചവർണ്ണ തത്തയോട് വിശദമായി പറഞ്ഞു കൊടുത്തു. കഴുതയ്ക്ക് പറ്റിയ മണ്ടത്തരമോർത്ത് തത്ത ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നിങ്ങളൊരു മണ്ടൻ തന്നെ. എന്നെ മണ്ടനെന്ന് വിളിക്കരുതേ. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ ഞാനാകും കാട്ടിലെ ഏറ്റവും വൃത്തിയുള്ള മൃഗം. ഇതൊക്കെ ആ സൂത്രശാലിക്കുറുക്കൻ പറഞ്ഞതാകുമല്ലേ? ഞാനൊരു കാര്യം പറയാം. ആ കുറുക്കൻ ആളൊരു കള്ളനാണ്. നിങ്ങളെ സ്വന്തം കാര്യത്തിനാണ് കുറുക്കൻ ചികിത്സയൊക്കെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ഏയ് അല്ല, കുറുക്കൻ വൈദ്യർ ആളൊരു കേമനാണ്. കുറുക്കൻ ഒരു പിശുക്കനാണ്. കൂലി കൊടുക്കാതെ കുറുക്കൻ തന്റെ ഗുഹയുടെ പണികളൊക്കെ തീർത്തു. കഷ്ടം തന്നെ നിന്റെ കാര്യം. നിങ്ങൾ നുണ പറയുകയാണ്. കാട്ടിലെ ബുദ്ധിജീവി കരടി ചേട്ടനാ. ഇപ്പൊ കരടി ചേട്ടനേക്കാൾ ബുദ്ധി വൈദ്യൻ എനിക്ക് വാങ്ങിത്തരൂ. എടാ മണ്ട, കുറുക്കൻ നിന്നെ പറ്റിച്ചതാ. ഞാൻ തെളിയിച്ചു തരാം. നീ എന്റെ കൂടെ വാ. ഇത്രയും പറഞ്ഞുകൊണ്ട് കഴുതയും തത്തയും കൂടി കരടിയുടെ അടുത്തേക്ക് നടന്നു. കരടിച്ചേട്ടാ, എന്താ മുത്തപ്പെണ്ണേ? നിങ്ങൾ എങ്ങനെയാ വൈദ്യന്റെ കൂടത്തിലേക്ക് തേൻ ഒഴിക്കുന്നത്? ഇത് മുഴുവനും പുറത്തേക്ക് പോകില്ലേ? ഏയ് ഒരിക്കലും ഇല്ല. ഈ കുടത്തിൽ നിന്നും ഞാൻ തേൻ ഇങ്ങനെ കുടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പൊ മനസ്സിലായി. നിനക്ക് മനസ്സിലായോ? മനസ്സിലായേ. ഇപ്പൊ എല്ലാം മനസ്സിലായി. ശരി കരടിച്ചേട്ടാ, നന്ദിയുണ്ട്. എന്നാൽ ശരി, ഈ മണ്ടന്മാരുടെ ഓരോ സംശയങ്ങൾ. ആ മണ്ടൻ ഇതുവരെ തേൻ നിലത്ത് പോയത് പോലും മനസ്സിലായിട്ടില്ല. കണ്ടോ നീ? ശരിയാ, ആ കള്ള കുറുക്കൻ എന്നെ പറ്റിച്ചു. അത് സാരമില്ല. നീ എല്ലാരെയും വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് നിന്റെ പ്രശ്നം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നവരാണ്. അത് തന്നെയാണ് നിങ്ങളുടെ കഴിവ്. ആദ്യം നീ അത് മനസ്സിലാക്കണം. അതെ, എനിക്ക് മനസ്സിലായി. എന്റെ തെറ്റ് ഞാൻ തിരിച്ചറിയുന്നു. മിടുക്കൻ. ഓരോ ജീവിക്കും ഓരോ കഴിവുകളുണ്ട്. പാടാൻ കുയിലുണ്ട്, ആടാൻ മയിലുണ്ട്, നീന്താൻ മീനുണ്ട്, അതുപോലെ പറക്കാൻ പക്ഷികളുമുണ്ട്. നമ്മൾ നമ്മളുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ വളർത്താനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി. ശരി, ചെന്നിനി കുറുക്കനോട് കൂലി വാങ്ങുക. ജോലി ചെയ്താൽ കൂലി ചോദിച്ചു വാങ്ങിക്കണം. തത്തയുടെ വാക്കുകൾ കേട്ട കഴുതയ്ക്ക് കുറുക്കന്റെ കൗശലം മനസ്സിലായി. കഴുത കുറുക്കന്റെ അടുത്തേക്ക് നടന്നു. ആശാനെ, ഞാനത് കുടത്തിലേക്ക് ഒഴിച്ചതാ, സത്യം. ഇനി നീ തേൻ കൊണ്ട് കളയുമോ? വൈദ്യരേ, എന്താ കാര്യം? എനിക്ക് ബുദ്ധി വെച്ചു. ബുദ്ധിയോ? നിനക്കോ? അതെ. ഇല്ല,
കുറച്ചു കാലം കൂടി കഴിഞ്ഞേ ബുദ്ധി വരൂ. അല്ല വൈദ്യരെ, എനിക്ക് ബുദ്ധി വെച്ചെന്നേ സംശയമുണ്ടോ? ഉണ്ട്. ശരി, ഞാൻ ഇതുവരെ പണി ചെയ്തതിന്റെ കൂലി എനിക്ക് തരണം. ഇവന് ശരിക്കും ബുദ്ധി വെച്ചല്ലോ. കൂലിയോ? എന്ത് കൂലി? അതേ കൂലി. തന്നില്ലേ നോക്കിക്കോ, ഞാൻ സിംഹരാജാവിന്റെ അടുത്ത് പോയിട്ട് പരാതി കൊടുക്കും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. കൂലിയല്ലേ, ഞാൻ തരാം നിനക്ക്. അങ്ങനെ കൗശലക്കാരനായ കുറുക്കനിൽ നിന്നും കൂലിയും വാങ്ങി കഴുത അവിടെ നിന്നും ഇറങ്ങി. താൻ വലിയൊരു കെണിയിലാണ് ചെന്നുപെട്ടതെന്ന് തിരിച്ചറിഞ്ഞ കഴുത തന്റെ ജീവിതം പഠിപ്പിച്ച അറിവുകളുമായി പതിയെ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി. കഥ എല്ലാവർക്കും ഇഷ്ടമായോ കൂട്ടുകാരെ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ കഴുതയ്ക്ക് ബുദ്ധിയുണ്ടോ? ഈ കഥയുടെ ഗുണപാഠം എന്താണ്? നിങ്ങൾ തന്നെ പറയൂ. താങ്ക് യു മിസ്. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു ഓൾ. വെരി ഗുഡ്, നൈസ്ലി ഡൺ, വെരി ഗുഡ്. ഓക്കെ, എനിക്ക് ഇടയ്ക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരും. വെരി നൈസ്. വോയിസ് മോഡുലേഷനും ആ ഒരു ക്യാരക്ടറിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു മാസ്ക് വെച്ചിട്ട് ജയശ്രീ നല്ലപോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പിന്നെ ഗോപികയല്ലേ ഫോക്സ് ആയിട്ട് വന്നത്? അതെ മാം. ആ ഒരു കമാൻഡിങ് വോയിസും ഒക്കെ ഉണ്ടായിരുന്നു. തത്ത ഭയങ്കര എന്താ പറയാ, ലൗലിയായിട്ട് തത്ത ചെയ്യുമായിരുന്നു. കഴുത വളരെ നിഷ്കളങ്കമായിട്ട് എല്ലാരും എനിക്ക് പണി തന്നോളൂ ഉണ്ടായിരുന്നത്. പിന്നെ സീബ്ര വളരെ എന്താ പറയാ, സൂത്രക്കാരൻ അല്ലെ? ഒരു പണി ആദ്യം വെച്ചു കൊടുത്തിട്ട് പോയി കിടന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, നൈസ്. ഓക്കെ, ഫൈൻ. എനിക്ക് റോസ്മിയുടെ ക്ലാസ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ മുഴുവൻ കളർ പേപ്പർ അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ല മിസ്സേ, ഉള്ളത് വെച്ച് ചെയ്യാം. ചെയ്യാൻ ഞാൻ പറയട്ടെ. റോസ്മി വീഡിയോ ഓൺ ചെയ്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ എന്തായാലും. അതെ അതെ, വീഡിയോ ഞങ്ങളെല്ലാം ഓഫ് ചെയ്യണോ? ഇല്ലല്ലേ? വേണ്ട. റോസ്മിയെ നമുക്ക് പിന്നെ ചെയ്യാൻ പറയാം. ആതിര മിസ് എന്നോട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്താന്ന് വിചാരിച്ചു. ഇതാണ് സർപ്രൈസ്. ആ ശരി, വെരി ഗുഡ്, നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. എന്താ ചെയ്യേണ്ടത് പറഞ്ഞേ. സ്റ്റാർട്ട് ചെയ്തോട്ടെ മാം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരും ക്രാഫ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വെക്കുകയാണല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് കുറച്ച് സമയം പോലല്ലോ. അപ്പൊ നമുക്ക് സ്പീഡപ്പ് ആയിട്ട് തുടങ്ങാം. ആദ്യം എല്ലാവരും ടിഷ്യൂ പേപ്പർ എടുക്കുക. ഒത്തിരി പേര് വാങ്ങിച്ചു. ഒരു ഷീറ്റ് എടുത്താൽ മതി കേട്ടോ. ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ചുളുക്കാം. ചുരുട്ടിയിട്ട് വെറുതെ ഇങ്ങനെ ചുളിക്കാൻ മതി, ഇങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ചുളുക്കിയിട്ട് ഇങ്ങനെ ഒരു ബോൾ ഷേപ്പിലാക്കാം. കയ്യിലിട്ട് ഇങ്ങനെ ചുരുട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി കഴിയുമ്പോൾ ബോൾ ഷേപ്പിൽ കിട്ടും. വലിയ ടിഷ്യൂ പേപ്പർ എടുത്ത ആൾക്കാർക്ക് വലിയ ബോളായിരിക്കും കിട്ടുക. ഓക്കെ, അതവിടെ വെക്കുക. അടുത്ത ടിഷ്യൂ പേപ്പർ എടുക്കാം. കാണുന്നില്ലേ? കാണാമോ എല്ലാവർക്കും? മെസ്സേജ് വന്നോണ്ട് ചോദിച്ചാണേ. ഓക്കെ, അതിനുശേഷം നമ്മൾ വേറൊരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നു. ഈ ചുരുട്ടി വെച്ച ബോളില്ലേ, അത് ഇതിന്റെ ഉള്ളിൽ വെക്കുക. ഇതാ ഇങ്ങനെ നടുക്കോട്ട് വെക്കുക. എന്നിട്ട് ഇതേ ഇങ്ങനെ
ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കിട്ടും. ഓക്കെ. എന്നിട്ട് നൂല് വെച്ച് കെട്ടുക. കെട്ടാനായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ടിട്ട് നൂല് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ എടുത്താ ഇങ്ങനെ കോർത്ത് വലിച്ചാണ് കെട്ടുക. നൂല് കട്ട് ചെയ്യാം കേട്ടോ. 2 കെട്ടിട്ടിട്ട് നൂല് കട്ട് ചെയ്യാം. എല്ലാവർക്കും അപ്പൊ ഇങ്ങനെ കിട്ടിയാ? കെട്ടിക്കഴിയുമ്പോ ഒന്ന് തംസപ്പ് ചെയ്താൽ അറിയാം. ഓക്കെ. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റ് വെയർ എടുക്കാം. നൂല് മാത്രമേ കട്ട് ചെയ്യാവുള്ളേ, പേപ്പർ ഒന്നും കട്ട് ചെയ്യരുത്. ക്രാഫ്റ്റ് വെയർ എടുക്കുക. ഇത് ഇത്രയും ലെങ്തിൽ കേട്ടോ. ഇത് ഇങ്ങനെ ഇത്രത്തോളം ലെങ്ത് മതി, ഒരുപാട് ലെങ്ത് വേണ്ട. ലെങ്തില് 3 ഫോൾഡ് ചെയ്യുക. 3 ഇങ്ങനെ ലെങ്തിലല്ലേ, അതിന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. പിന്നെ ഒന്നും കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. മിസ് കഴിഞ്ഞായിരുന്നോ? കെട്ടിക്കഴിഞ്ഞോ മിസ്സേ? ക്രാഫ്റ്റ് വെയർ ഇല്ല, ഞാൻ നൂല് വെച്ച് കെട്ടി വെച്ചിട്ടു. ശരി, കുഴപ്പമില്ല. ഇങ്ങനെ 3 ഫോൾഡ് ചെയ്തെടുക്കുക. 1 2 3 ഇങ്ങനെ മടക്കിയാൽ മതി. മടക്കിയിട്ട് ബാലൻസ് ഉള്ള ക്രാഫ്റ്റ് വെയർ വെട്ടിക്കളയാ കേട്ടോ. കത്രിക വെച്ച് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓക്കെ. അതിങ്ങനെ ചുറ്റുക. ഇങ്ങനെ ചുരുട്ടിയാൽ മതി. അപ്പൊ വയറെല്ലാം കൂടെ ഇതാ ഇങ്ങനെ. ഓക്കെ ചെയ്തോ? ഓക്കെ ആണ്. വീണ്ടും അതവിടെ വെച്ചിട്ട് അടുത്ത് ടിഷ്യൂ പേപ്പർ എടുക്കുക. ഈ ക്രാഫ്റ്റ് വെയർ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചുറ്റുക. ഇതാ ഇങ്ങനെ ക്രാഫ്റ്റ് വെയർ ഉള്ളിൽ വെച്ചു, ചുറ്റി എടുക്കുക. അപ്പൊ നമ്മുടെ ടിഷ്യൂ പേപ്പർ ക്രാഫ്റ്റ് വെയർ കഴിഞ്ഞും വരും, അത് കുഴപ്പമില്ല. റോസ്മി, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ കേൾക്കുന്നില്ലല്ലോ. ക്രാഫ്റ്റ് വെയർ എത്ര ഇഞ്ചിലാ കട്ട് ചെയ്യേണ്ടത്? കട്ടായി പോയി. അത് ഇഞ്ചൊന്നുമില്ല, ഏകദേശം ഒരു ലെങ്ത് ഇതേ ഇത്രത്തോളം. അങ്ങനെ ഇഞ്ചൊന്നും ഞാൻ എടുത്തില്ല സ്കെയിലൊന്നും. ഓക്കെ, ചുറ്റിയാ മൊത്തത്തിൽ ചുറ്റണ്ട, ഏകദേശം ഒരു ഹാഫ് പോർഷനോ ചുറ്റിയാ. ഓക്കെ, ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്യാവേ. എന്നിട്ട് പശ ഇട്ടിട്ട് അതവിടെ ഒട്ടിച്ചു വെക്കാം. ഇത് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ പശ ഇടുമ്പോ നമ്മുടെ കയ്യിൽ ഒട്ടും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിയാൽ മതി. അപ്പൊ ഒട്ടാതെ നല്ല ഇതായിട്ട് കിട്ടും.
കിട്ടിയോ എല്ലാവർക്കും? ചെയ്ത് കഴിഞ്ഞെങ്കിൽ തംസപ്പ് ചെയ്യണം അറിയായിരുന്നു. ഓക്കെ. റോഷ്നി ഒരു ഡൗട്ട് ചോദിക്കാനേ. ഈ പറഞ്ഞോ. കമ്പി ഈ ക്രാഫ്റ്റ് വയർ ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഈർക്കിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഈർക്കിളി വെക്കാം. ഞാൻ ക്രാഫ്റ്റ് വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഒന്ന് വളയ്ക്കാം ഇങ്ങനെ. ബെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഡോളിന്റെ കൈയാണിത്, മനസ്സിലായോ? അപ്പൊ അതൊന്ന് നമുക്ക് ഇങ്ങനെ കമ്പി കൊണ്ടാണെങ്കിൽ അതിങ്ങനെ മേളിലോട്ടും താഴോട്ടും ഒക്കെ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പി ഇതിനുള്ളിൽ വെക്കാൻ പറഞ്ഞത്. ഇപ്പൊ തൽക്കാലം ഈർക്കിളി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ. എന്നിട്ട് ചെറിയ നമ്മള് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടിഷ്യൂ പേപ്പർ, അതിനകത്ത് ചെറിയൊരു പീസ് ഇങ്ങനെ കീറിയെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ദേ ഇങ്ങനെ നമ്മുടെ ഈ കൈപ്പത്തിക പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഈ ഒരു ഷേപ്പിലാക്കി വെക്കുക. എന്നിട്ട് ഇതിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പശ വെച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ തന്നെ ഇരിക്കും. ശരി, ഇതേപോലെ ചെറിയൊരു കൈപ്പത്തി പോലെ രണ്ട് സൈഡിലും വെക്കാട്ടോ, രണ്ട് സൈഡിലും. ഇതുപോലെ ആക്കുക. കിട്ടിയോ എല്ലാവർക്കും? കഴിഞ്ഞോ? ഓക്കെ. കാണിച്ചേ റോസ്മി. ഓക്കെ. ഇതേ ഞാൻ ചെറിയൊരു ചെറുതൊരു ഇതുപോലെ കുറച്ച് മതി, കുറച്ച് ചെറുതായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ഉള്ളിലേക്ക് ഈ കമ്പ് നമ്മൾ ചെയ്ത് വെച്ച ആ കമ്പി ചുറ്റിയ ടിഷ്യൂ പേപ്പർ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക. ഓപ്പൺ ചെയ്യുക. ഇത് അതിന്റെ ഉള്ളിൽ ഇരുന്നോട്ടെ. ഇത് ശേഷം ഈ സൈഡിലത്തെ ടിഷ്യൂ പേപ്പർ എല്ലാം ചുരുട്ടി നടുക്കോട്ട് കൊണ്ടുവരിക. ഇതുപോലെ. ഓക്കെ ആയോ? ജയശ്രീ ചേച്ചി കുറച്ച് ഇങ്ങനെ ചുളുക്കം വന്ന പാകമൊക്കെ നല്ല ഫിനിഷ് ചെയ്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ പശ വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചുറ്റി അങ്ങനെ തന്നെ വെച്ചോ. ചുറ്റി വെക്കുക. കൈ അങ്ങനെ തന്നെ ഇപ്പൊ ഇരുന്നോട്ടെ. ഓക്കെ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇത് മാറ്റി വെക്കാവേ. ഞാൻ ജസ്റ്റ് ഒന്ന് പശയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. പശയിട്ട് വെച്ചോ, അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോ ആ ചുരുട്ടി വെച്ചേക്കുന്നത് അഴിഞ്ഞു പോകും നമ്മൾ മാറ്റി വെക്കുമ്പോ. അത് ഇനി കുറച്ച് സമയം കഴിഞ്ഞ് ഇതിന്റെ ആവശ്യമുള്ളൂ, അപ്പത്തേക്ക് അത് ഉണങ്ങിക്കോളും. ഓക്കെ. ഇത്ര മതി കേട്ടോ. ബാലൻസ് വെട്ടിക്കളഞ്ഞു. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി ചാർട്ട് പേപ്പർ എടുക്കുക കേട്ടോ.
ചാർട്ട് പേപ്പർ പറഞ്ഞായിരുന്നല്ലോ. ഇത്ര എല്ലാരും ആയോ? എടാ ചാർട്ട് പേപ്പർ ഫുൾ ചെറിയ പീസാണോ? ചെറിയ പീസ്, അത് നമുക്ക് സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് വെട്ടിയെടുക്കാൻ പറഞ്ഞോ, അല്ലെ പിന്നെ വെട്ടി വരുമ്പോ സമയം പോകുമല്ലോ. അതിനുശേഷം നമ്മൾ ഈ കടലയൊക്കെ വാങ്ങിക്കാൻ ഇങ്ങനെ കോൺ കുത്തൂലേ, അതുപോലെ ഒന്ന് ഇങ്ങനെ കോൺ വെക്കണ്ട, ഇതാ ഇങ്ങനെ ഇതാ A4 സൈസ് മതിയോ? മതി മിസ്സേ. ഇങ്ങനെ ആ കോർണർ തമ്മിലൊന്ന് ഫോൾഡ് ചെയ്താൽ മതി. ഫോൾഡ് ചെയ്ത് മടക്കി വെക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചാൽ മതി. എടാ മനസ്സിലായില്ല, ഫോൾഡ് ചെയ്യുന്നൊന്നും കൂടെ ഒന്ന് കാണിക്കോ? ഈ കോർണറും ഈ കോർണറും കൂടെ സ്ക്വയർ എടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് സ്ക്വയർ ബോക്സ് ഉണ്ടെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ സ്ക്വയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ പിന്നെ വെട്ടുമ്പോ കുഴപ്പമില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞാ പോരെ, എക്സസ് കാണുന്ന ഭാഗം കട്ട് ചെയ്താ പോരെ. ഓക്കെ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതൊരു ഹാഫ് റൗണ്ടാ വെട്ടുന്നത്. ഇതാ ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ കോർണറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹാഫ് റൗണ്ട് വെട്ടുക. കട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. ഇതാ ബാലൻസ് ഉള്ളത് ഒരു ഹാഫ് റൗണ്ട് വെട്ട് ഇങ്ങനെയാവും. ഐശ്വര്യക്ക് കിട്ടിയാ? ഇത് ഓക്കെ ആയി, കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്താ ഇത് ഇങ്ങനെ ഇരുന്നത് ഞാൻ ഇവിടെ ഒരു ഹാഫ് റൗണ്ടിൽ വെട്ടി. എനിക്ക് രണ്ടുമൂന്ന് പേരെ ഇതിനകത്ത് കാണത്തുള്ളൂ, അപ്പൊ അവര് ചെയ്ത് കഴിഞ്ഞത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, എല്ലാരും ചെയ്ത് കഴിഞ്ഞാ? ഓക്കെ അതെ അതെ ഓക്കെ ഉണ്ട്. ഓക്കെ, എല്ലാരും ചെയ്ത് കഴിഞ്ഞോ? കട്ട് ചെയ്യുന്നത് ഒന്നുകൂടി പറഞ്ഞേ. അതായത് ഇതിപ്പോ ചെറിയൊരു പീസിൽ കാണിച്ചു തരാം. ഇപ്പൊ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഞാൻ ഇതാ ഈ കോർണർ ഇങ്ങനെ വെക്കാനാ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അതിനുശേഷം ദാ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട്, അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മുടെ കയ്യിലിരിക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹാഫ് റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഓക്കെ ആയോ? വലുതായ കുഴപ്പമുണ്ടോടാ? ഇല്ല, കുഴപ്പമില്ല. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ ഇരിക്കും. ഓക്കെ ഓക്കെ, റെഡിയാണ്. അപ്പൊ അത് നമുക്ക് മാറ്റി വെക്കാം. ശേഷം ക്രാഫ്റ്റ് പേപ്പർ എടുക്കാം. ഇതിങ്ങനെ മടക്കി വെക്കണോ? മടക്കണം, അല്ല മടക്കിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് തന്നെയല്ലേ കിട്ടുന്നത്. ഇങ്ങനെയല്ലേ കിട്ടിയത്. ആരും ഓപ്പൺ ചെയ്യണ്ട. ഓപ്പൺ ചെയ്യണ്ട കേട്ടോ, കട്ട് ചെയ്യാൻ എളുപ്പത്തിന്. എല്ലാരും റെഡി ആയോ? ഇത്ര എത്തിയോ എല്ലാരും? ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ട് ചോദിച്ചോട്ടോ, ഞാൻ പറഞ്ഞുതരാം. റെഡി ആയെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്യാം എല്ലാരും. ഓക്കെ, എന്തോ ഇത്രക്കില്ലേ? അതെ, അതിങ്ങനെ ഫോൾഡ് ചെയ്ത് തന്നെ പിടിക്കാം. ഫോൾഡ് ചെയ്ത് ഓപ്പൺ ചെയ്യണ്ട. എങ്ങനെയാണോ ഫോൾഡ് ചെയ്ത് കിട്ടിയത് അങ്ങനെ തന്നെ എടുക്കുക. ഓക്കെ. ശേഷം ഇതാ നമ്മുടെ ഒരു രണ്ട് ഫിംഗർ കഴിഞ്ഞിട്ട് അതിന് അത്രയും ഒരു
ലെങ്തില് കട്ട് ചെയ്യാം. ഇനി ഇത് ഓപ്പൺ ചെയ്യണേ. കട്ട് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ചാർട്ട് പേപ്പർ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ചാർട്ട് പേപ്പറിൽ ഇത് ഒരു ഇത്രയും പശ എടുത്തിട്ട് ഇതാ ഒരു ഇത്രയും ഭാഗം വെച്ചിട്ടോ ഇത് ഇവിടുന്ന് നോക്കി അങ്ങ് ഈ ഭാഗം മുതൽ ഇങ്ങേറ്റം വരെ സ്ട്രെയിറ്റ് അല്ല, ചെറിയ നമ്മുടെ ആ ഒരു കേർവ് ഉണ്ടല്ലോ, ആ കേർവ് ഷേപ്പിൽ തന്നെ പശയിട്ട് പോവുക. ഇത് ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ. ഓക്കെ, ഓക്കെ. പശ ഇട്ട് വെക്കുക ടേബിളിൽ വെച്ചിട്ട്. ജസ്റ്റ് ഒരു സൈഡിൽ പശ ആക്കിയിട്ട് കൈ വെച്ചിട്ട് അങ്ങേയറ്റം വരെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ പേസ്റ്റ് ചെയ്തോ? ഓക്കെ. എന്നിട്ട് നമ്മള് കട്ട് ചെയ്ത് വെച്ചിരുന്ന പേപ്പർ എടുക്കാം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റുക. അപ്പൊ ഇങ്ങനെ ചുരുണ്ട് നമ്മുടെ കയ്യിൽ വരും. അതിങ്ങനെ പിടിക്കുക, ശേഷം ഇങ്ങനെ ചുരുട്ടുക, അത് പിടിക്കുക. ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇത് നമ്മുടെ ഈ കയ്യിലോട്ട് തന്നെ ഫുള്ളും ചെറുതായിട്ട് ചുളുക്കി നമ്മുടെ കയ്യിലോട്ട് തന്നെ ഫോൾഡ് ചെയ്ത് ചെറിയ ചെറിയ എന്താണ് മടക്കുകൾ. പ്ലേറ്റ്സ് ഇടുന്ന പോലെ. ഓക്കെ, അതേപോലെ ചുരുട്ടി കേൾക്കുന്നില്ല? ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്. ഇത് ഞാൻ കാണിക്കാം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ ഫ്ലീറ്റ് ഇടുന്ന പോലെ ഇങ്ങനെ നമ്മുടെ ഈ കൈക്കുള്ളിലേക്ക് ഇത് വെക്കുക. അതാണോ ചോദിച്ചത്? കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ലല്ലോടാ? സ്റ്റക്ക് ആവുന്നു. എന്താ ജയശ്രീ ചേച്ചി പറഞ്ഞത്? രമ്യ എന്താ പറഞ്ഞേ? രമ്യ എന്താ പറഞ്ഞേ? കേട്ടില്ല. എന്താ പറഞ്ഞേ? നെറ്റ് പ്രോബ്ലം ആയിരിക്കും. അതെ. ഫുള്ളും ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ഈ കയ്യിലേക്ക് തന്നെ മൊത്തത്തില് കുറച്ചു അധികം ലെങ്ത് ഉണ്ടല്ലോ, അത് ഫുള്ളും ഇങ്ങനെ നമ്മുടെ ക്രാഫ്റ്റ് പേപ്പർ A4 സൈസ് പേപ്പർ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ ഫ്ലീറ്റ് ഇടാൻ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പേപ്പർ വാങ്ങിക്കാൻ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യാം. നമ്മളെ പിടിച്ച് കിട്ടിയിടല്ലോ, ഇവിടെ ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മുടെ ചാർട്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പശയിട്ട് വെച്ചിട്ടതിലേക്ക് ഇതാ ഇങ്ങനെ ഈ അറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ ഇതിങ്ങനെ കാണിക്കാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിയും തോറും ഇതിങ്ങനെ വന്നോളും. ഓക്കെ, ഇങ്ങനെ വലിച്ച് അപ്പൊ നമ്മൾ പശ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം.
ഒരു മിനിറ്റ്, എന്റെ മോഡ് സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അറ്റൻഡ് ചെയ്തോട്ടോ. ഓക്കെ, റെഡി ആയോ? എല്ലാരും ഞാൻ കാണിക്കാവേ, ഞാൻ ഒട്ടിച്ചത് കാണിക്കാം. കണ്ടില്ല, പാവാട ഒട്ടിച്ചത് കണ്ടില്ല. പോലെയാണോ? അത് തന്നെ, അത് തന്നെ. ഐശ്വര്യയുടെ ഓക്കെ. എന്റെ കുഞ്ഞെ, ഫൈനലി ഫിനിഷ് ചെയ്ത് നമ്മൾ ഈ ഒരു ലുക്കിലെത്തും. ഓക്കെ, ഇതാ. ഓ സി. അപ്പൊ ഇനി ആരെങ്കിലും വേറെ കളർ വാങ്ങിച്ചിട്ടുണ്ടോ? ഡബിൾ ഷെയ്ഡ് ആരുടെയും കയ്യിലുണ്ടോ? ഞാൻ ഒരു കളറിന് പറഞ്ഞോളൂ, കാരണം ഒരുപാട് സാധനം വാങ്ങിക്കാൻ പറയുമ്പോ എല്ലാവർക്കും ഇതായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ആരുടെയും കയ്യിൽ വേറെ കളർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കളർ എടുത്തോളൂ. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ലെയർ ചെയ്യുമ്പോൾ ആ കളർ തന്നെ ഇട്ട് ചെയ്തോട്ടോ. അതേപോലെ തന്നെ അടുത്ത ഒരു പീസ് വെട്ടിയെടുക്കുക, നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ. റോസ്മി, ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇല്ലേ, മറ്റേ ഡെക്കോ പേജിന് യൂസ് ചെയ്യുന്ന പേപ്പർ ഇല്ലേ, അത് പറ്റുമായിരിക്കും അല്ലെ? അത് വെച്ച് ചെയ്യാം. എന്റെ കളർ പേപ്പർ ഉള്ളു, അത് ശരിക്കും ഇരിക്കണില്ല. കളർ പേപ്പർ ഞാൻ ഇങ്ങനെ ചെയ്തതേ, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കുറച്ച് ഉണ്ടാവുന്നുള്ളൂ, കണ്ടോ? അതേപോലെ ആയിട്ടുണ്ട് മിസ്, ഇതുപോലെ തന്നെ ആയിട്ട്. റോസ്മിയുടെ നെറ്റ് പോയി, കോള് വന്നു. കോള് വന്നതാണെന്ന് തോന്നുന്നു മിസ്. റോസ്മി റോസ്മിക്ക് നെറ്റിന്റെ ആണോ? ക്ലാസ് വേണ്ട, റോസ്മിയുടെ ക്ലാസ് ദിവസം വെച്ചാൽ മതിയോ? ഐശ്വര്യ ഒന്ന് കാണിച്ചേടാ. ഓക്കെ. റോസ്മിയുടെ നെറ്റ്വർക്ക് പോയിന്നാ തോന്നുന്നത്, ലെഫ്റ്റ് ആയിന്നാ ഇങ്ങനെ തോന്നുന്നേ. ചെയ്യണായിരിക്കും അല്ലേ ഗമ്മ? അതെ അതെ. ക്ലാസ് ചെക്കായി പോയി മിസ്. റോസ്മി ലെഫ്റ്റ് ആയിരുന്നു. റോസ്മിനെ കാണുവാനില്ല. അതാണ്, നമുക്കപ്പോ അങ്ങനെ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് നെറ്റ്വർക്ക് പോയെന്നാ തോന്നുന്നേ. ആയിരിക്കും.
രണ്ടാമത് തൊട്ടിച്ചു എല്ലാരും. മ്യൂട്ടാ. ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ നെറ്റിന് എന്തോ ഇഷ്യൂ വന്നു ഇടയ്ക്ക്. കേൾക്കാമോ? കേൾക്കാവോ? കേൾക്കാം റോസ്മി. മേളില് അങ്ങനെ ചെയ്യാട്ടോ. ഓക്കെ. എടാ 2 എണ്ണം ചെയ്തു, ഇനി അടുത്തത് വീണ്ടും ചെയ്യണം അല്ലെ? എത്ര എണ്ണം ചെയ്യണം? ഒരു മിനിറ്റ്, എന്റെ സൗണ്ട് എന്തോ കേൾക്കുന്നില്ല. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. പക്ഷെ എനിക്ക് എന്തോ സൗണ്ട് കുറച്ച് കേൾക്കത്തുള്ളൂ നിങ്ങൾ പറയുന്നത്. കേൾക്കുന്നുണ്ടോ റോസ്മി? ഓക്കെ, ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. ഞാൻ ഒന്നുകൂടെ ലെഫ്റ്റ് ആയിട്ട് വരാട്ടോ. ഓക്കെ. എല്ലാരും എത്രത്തോളം ചെയ്തു? ഓക്കെ, ഒരു ലെയർ ആയല്ലോ. സെക്കൻഡ് ലെയർ ചെയ്യാൻ പോകുന്നു റോസ്മി. എനിക്ക് ഭയങ്കര ടഫാണ്, മറ്റേ പേപ്പറാ. ചുളുങ്ങുന്നില്ല അല്ലെ? അല്ല, ഇവിടെ സ്പേസ് ഇടണോ? മഞ്ഞ യെല്ലോന്റെ അവിടെ സ്പേസ് വേണോ? വേണ്ടല്ലോ, അടുപ്പിച്ചല്ലേ? ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒന്ന്. ഇനി അടുത്ത് വെക്കുമ്പോ ഇവിടെ വെക്ക. അങ്ങനെ മിസ്സാണോ ചെയ്തേക്കുന്നത്? പച്ച ആരുടെ ആയിരുന്നു? അവിടെ സ്പേസ് കിട്ടുന്നുണ്ട്. ഐശ്വര്യ. ഐശ്വര്യയാണോ? ഐശ്വര്യ അത് ജോയിൻ ചെയ്ത് വരണം. പച്ച കളറ്. കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതൊരു വെറൈറ്റിയാണ്. ഒരു ഡിസൈൻ നമുക്ക് വന്ന പോലെ ഇട്ടുണ്ട്. നമ്മളുടെ ചില സ്കേർട്ട് നമ്മൾ വാങ്ങുന്നത് പോലെ തന്നെ. അത് തന്നെ. ഓക്കെ, നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നോ അതേപോലെ തന്നെ. നമ്മുടെ ഫാഷനിൽ നമ്മൾ ഡിസൈൻ സ്റ്റിച്ച് ചെയ്യുന്നു. ഡിസൈൻ ചെയ്യുന്നു. ഇതേപോലെ തന്നെയല്ല കേട്ടോ, ഫ്രോക്ക് നമുക്ക് നമ്മുടെ ഐഡിയക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ടൈം ആവുന്നു തോന്നുന്നു. അപ്പൊ ഞാനതുകൊണ്ട് പെട്ടെന്ന് പറയട്ടെ, പറഞ്ഞു തരാം എങ്ങനെയാന്ന്. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തായിരുന്നു. അതേപോലെ ഇവിടെ ജോയിൻ ചെയ്യാം. പശ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ഓക്കെ, ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഭാഗം ഉണ്ടല്ലോ, അത് ചെറിയൊരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രോക്ക് ഇങ്ങനെ ഇരിക്കണ പോലെ, ഗോപുരം പോലെ കിട്ടും. ഓക്കെ, നമ്മള് ആദ്യം ചെയ്ത് വെച്ചേക്കുന്ന ആ ഇതുണ്ടല്ലോ, ഇതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ശേഷം ചെറിയൊരു പീസ് എടുക്കുക. ഇതേപോലെ ചെറിയൊരു പീസ് നമ്മൾ എടുത്തിട്ട്, ഇപ്പൊ കുറെ സമയം പോയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇതാ മടക്കി കാണിക്കാം. ഇങ്ങനെ വെക്കുന്നു. ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട്
ഓക്കെ. അതുപോലെ തന്നെ മടക്കിയെടുത്തിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട്, ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട്, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട്. എന്നിട്ട് അന്നേരം നമുക്കൊരു ഡോളിന്റെ ഒരു ഷേപ്പ് കിട്ടും. അപ്പൊ ഞാൻ ചെയ്ത ഒരെണ്ണം വെച്ചായിരുന്നു നിങ്ങളെ കാണിക്കാൻ, അപ്പൊ അത് കാണിക്കാം. ഇതാ. എന്നിട്ട് നമ്മുടെ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ ചെയ്ത ആ ഫേസിന്റെ അവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ എന്താണ് ആഫ്രിക്കൻ ആർട്ടൊക്കെ കണ്ടിട്ടില്ലേ, മൊത്തം ഇങ്ങനെ ഈ ബ്ലാക്ക് കളറ് ഫേസും കൈയും കാലും എല്ലാം ബ്ലാക്ക് കളർ ആയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ഒരു കളിക്കുടുക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലിങ്ങനെ ഫേസ് ഉണ്ടാവുമല്ലോ, പെൺകുട്ടികളുടെ ഫേസ്, ഒരു ഫേസ് വെട്ടിയെടുത്ത് ഒട്ടിക്കുക എളുപ്പത്തിന്. ഇതിങ്ങനെയല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ണും ഇതൊക്കെ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പശയ്ക്കകത്തിന് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനെ ചെയ്യാൻ. അപ്പൊ അങ്ങനെയല്ല, ചെയ്യാൻ അറിയത്തില്ലാത്ത ആൾക്കാർക്കും ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഈ ഡോളിന്റെ കൈയൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, കമ്പി ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. മൊത്തത്തിൽ എല്ലാവരും ചെയ്യിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാന് സമയം കിട്ടുവാണെങ്കിൽ ഇതാ ഈ ഒരു പൂവ് കൂടെ കാർണേഷും ഇത് ചെയ്യുന്നത് കൂടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ സമയം കിട്ടിയില്ലായിരുന്നല്ലോ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞുതരാം ബാക്കി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഒരു ഡോൾ ചെയ്യാന്ന് പറഞ്ഞത്, അത് ഞാൻ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇത് പ്ലാസ്റ്റിക് കവറാണ്. പ്ലാസ്റ്റിക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഫ്രോക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഡോൾ മേക്കിങ്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കും. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഇത് ചെയ്യാനായിട്ടാണ് ഡോള് ഞാൻ ചോദിച്ചത്. ഇത് പെട്ടെന്ന് എളുപ്പമാണ്, നമുക്ക് റബ്ബർ ബാൻഡ് മാത്രം മതി. റബ്ബർ ബാൻഡും ഈ ഒരു കവറും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പശയോ കമ്പിയോ അങ്ങനെയുള്ളൊരു സാധനം ഒന്നും വേണ്ട. അപ്പൊ അത് ചെയ്യാനാണ് അന്ന് വിചാരിച്ചത്. ഈസി ആണല്ലോ. ഇന്നത്തെ ക്ലാസ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. അപ്പൊ ഇത് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജിഷ മാമിനും സ്മാർട്ട്ശ്രീക്കും പിന്നെ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എന്റെ എല്ലാ കൂട്ടുകാർക്കും ബിഗ് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഗ്രൂപ്പിൽ. ഓക്കെ റസ്മി, താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ ആ ഒരു സമയം നമുക്ക് ഉണ്ടായ ഒരു ഫ്രഷ്നെസ്, തുടക്കത്തിലെ റോൾ പ്ലേ, അത് ഭയങ്കരമായിട്ട് നമ്മളെല്ലാരും എൻഗേജ് ചെയ്തു. ഇതിലെല്ലാരും തന്നെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു, അല്ലാത്തവർ അത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. നമുക്ക് നോക്കാം, നമ്മളുടെ പോർഷൻസ് തീരുന്നതിനനുസരിച്ച് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ സെഷൻസ് വയ്ക്കാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഗ്രൂപ്പില് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ ഈ ഡോൾ ചെയ്ത് വന്നോളി നോക്കൂത്തി പോലെ എന്റെ അങ്ങനെ തന്നെയാണ് മിസ് ആയിരിക്കുന്നത്. ഡോണ്ട് വറി, ബി ഹാപ്പി. നമുക്ക് ശരിയാക്കി എടുക്കാം. നമ്മൾ ശരിയാക്കും. എന്തായാലും റോസ്മിയുടെ നല്ലൊരു ഗൈഡൻസ് ഉണ്ടല്ലോ. പറയാനുള്ളത് പറഞ്ഞോളൂ റോസ്മിയോട്, കാരണം എനിക്ക് കേൾക്കാലോ, ബാക്കി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയാം. ഞാന് കഴിഞ്ഞ ദിവസം ക്രാഫ്റ്റിന്റെ ക്ലാസ് എടുക്കാൻ പോയേക്കുമായിരുന്നു. നമ്മുടെ സ്കൂളില് ശാസ്ത്രോത്സവം നടക്കുന്നുണ്ടല്ലോ നാളെ. ഇപ്പൊ ഞാൻ ആ ഭാഗത്തോട്ട് വരുന്നുണ്ട്. നമ്മുടെ എന്താണ് SNDP സ്കൂളിൽ വെച്ചിട്ടാണ്. മിസ്സിന്റെ വീട് എവിടെയാണ്? നന്ദിയാട്ടുകുന്നം. തൃപ്പൂണിത്തുറ ആ ഭാഗത്ത് എവിടെയാണ് എന്റെ സ്ഥലം? ഉദയംപേരൂര്. ഞാൻ പറവൂര് അടുത്തുള്ള നന്ദിയാട്ടുകുന്നാണ് എന്റെ ശരിക്കും വീട്. ഉദയംപേരൂർ വെച്ചിട്ടാണ്. ഇന്നും നാളെയായിട്ടാണ് മത്സരം. അപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ എന്റെ കുട്ടികള് മാത്സ് സ്റ്റിൽ മോഡലൊക്കെയാണ് ചെയ്യിക്കുന്നത്. അപ്പൊ അതിന്റെ വെരി ഗുഡ്. ഉറപ്പായിട്ട് സമ്മാനം കൊണ്ടുവരും മിസ്. അതെ, സമ്മാനം. ചെറിയ രീതിയിലാണെങ്കിലും നല്ല നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് വലിയ അധികം സാധനങ്ങൾ കാശ് കൊടുത്ത് വാങ്ങേണ്ടതായിട്ടും ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, മറിയാം മോണ്ടിസോറി എന്നോട് ക്ഷമിക്കട്ടെ, ഞാൻ ഇതിനകത്ത് ഗോൾഡൻ ബീഡ് ചെയ്ത ഇതുണ്ടായിരുന്നു, അതിൽ നിന്ന് ബീഡ്സ് മുഴുവൻ ഊരിക്കളഞ്ഞിട്ട് ഒരു കമ്പി എടുത്തു. മിസ് സംശയം ചോദിക്കാനായിരുന്നു. മറ്റേ റെക്കോർഡിന്റെ ഒരു സംശയം ചോദിക്കാനായിരുന്നു. റെക്കോർഡിലെ കലണ്ടർ ചെയ്യുമ്പോൾ പൊക്കത്തില് പിക്ചേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള പറ്റുമോ? ഫ്ലവർ, നേച്ചർ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫ്ലവർ വരച്ചാൽ കുഴപ്പമുണ്ടോ? അത് വരയ്ക്കാൻ കുഴപ്പമില്ല. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീം ചൈൽഡ് ലേബർ, അങ്ങനെയുള്ളതിനെ അഗെയിൻസ്റ്റ് ആയിട്ടും കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കൂടി ചെയ്യണം. അത് കോഡ്സ് എഴുതാം. ഫ്ലവർ വരച്ചിട്ട് ഒരു കോഡ്സ് എഴുതിക്കോളൂ. ഓക്കെ മിസ്. ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു മിസ്സേ കലണ്ടർ. ആണോ?
കാണിച്ചു തരട്ടെ? കാണിക്കൂ. കാണുന്നുണ്ട്. ആ ഇച്ചിരി ബ്ലേർഡ് ആയിട്ട് എനിക്ക് കാണുന്നേ. ഇപ്പൊ ഒരുവിധം ക്ലിയർ ആയി. ഓക്കെ, 2026 കലണ്ടറാണ്. ഇതെല്ലാം ശരണ്യ വരച്ചതാണോ തന്നെ തന്നെ? സൗണ്ട് ഒക്കെ പോയിരിക്കുകയാണ്. ഓക്കെ, കൊള്ളാം, നന്നായിട്ട്. ഡിസംബർ ആയപ്പോ കുട്ടി പഠിക്കാൻ പോയോ? അതോ വീണ്ടും ഇവിടെ എന്താ കണ്ണ്? ഡിസംബർ ആയപ്പോ കുട്ടിയുടെ കയ്യിൽ എന്താ ബുക്കാണോ? ചോദിച്ചതേ ഉള്ളൂ. ഡിസംബറിൽ എന്താ പിക്ചർ? അത് കുട്ടി തലയിൽ കല്ല് വെച്ച് പോണു. ചുമന്ന് പോകുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വരയ്ക്കുന്നുണ്ടല്ലോ. വരയ്ക്കുന്ന ആളാണോ? കുറച്ചൊക്കെ. മിസ് എല്ലാരും വരയ്ക്കാൻ പഠിക്കും മിസ്, ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് കാരണം. അതന്നെ ആദ്യത്തത് മിസ് പറഞ്ഞ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പെൻഡിങ് വെക്കണ്ട. നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ ഇതുപോലുള്ള നല്ല സെഷൻസ് നമുക്കിപ്പോ റോസ്മി എടുത്തു തന്ന പോലെ സെഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ടൈം കിട്ടാതെ വരും, എല്ലാരും ഓട്ടത്തിലായി പോകും. മിസ്സേ ഇങ്ങനെയാ ചെയ്തിരിക്കുന്നത്. പൊക്കത്തിൽ ഇത് ഫ്ലവറിന്റെ പടം കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കോഡ്സ് എഴുതിയാ പോരെ? മിസ് പറഞ്ഞ പോലെ കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആക്കുക. അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു തീമും കൂടെ ഒന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. മിസ് രണ്ടാമത്തത് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിക്ചേഴ്സ് കൂടെ ഒട്ടിച്ചിട്ട് അതിന്റെ ഇത് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ കുട്ടികൾ. ഓക്കെ അല്ലേ മിസ്? അതിലില്ലാത്ത പിക്ചറും കൂടെ ആഡ് ചെയ്തിട്ടില്ലേ? അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് മിസ്. ഈ ഒരെണ്ണം കൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. രണ്ടെണ്ണം കൂടി കുഞ്ഞത് നോക്കി ഇത്തിരി വലുതായി പോയി പിക്ചേഴ്സ്. ഇതില് കുറച്ച് കൂടുതലുണ്ട് മിസ്. കുറച്ച് വെജിറ്റബിൾസിന്റെ. ഓക്കെ ഓക്കെ അല്ലേ മിസ്? അപ്പൊ ഇത് ഇത്രയല്ലേ ഉള്ളൂ റോസ്മി. ഇനി ഇതില് കണ്ണൊക്കെ പിടിപ്പിക്കണം അല്ലേ? കണ്ണും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇത് അങ്ങോട്ട് ശരിയാക്കി എടുക്കാൻ. അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ഇത് വെട്ടി വെച്ചേക്കുന്നതാണ്. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് റോസ്മി. അത് ശരിക്കും ഡോളായിരുന്നു. ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നോക്കി ഡോളാണ്. റിയലിസ്റ്റിക്. അത് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോ ഓക്കെ ആവും. ഓക്കെ ആവും അല്ലേ? ഓക്കെ. എന്റെ കണ്ട ഫ്ലാഗ് കളറാണ് കേട്ടോ, ഫ്ലാഗ്. അത് കംപ്ലീറ്റ് ആകാത്തോണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഫ്ലാഗ് കളറാണെന്ന്, ഫ്രോക്ക് ഫ്ലാഗ് കളറാണെന്ന്. കണ്ടു നന്നായിട്ടുണ്ട് വിദ്യുജ. താങ്ക് യു മാം. എല്ലാരോടും 2 കളറൊന്നും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കളർ, ഏതെങ്കിലും ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ഒത്തിരി ഇത് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, ജസ്റ്റ് ഒരു ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ച്. അപ്പൊ ചില ആൾക്കാര് 2 കളർ വാങ്ങിച്ചു. ഡോളിന്റെ തലമുടി എന്നാ ചെയ്തിരിക്കുന്നേ? തലമുടി ഡോളിന്റെ മ്യൂട്ടാണോ? ഞാൻ തലമുടിയോട് കൂടി തന്നെ വെട്ടിയെടുത്തത്. ഇതാ കണ്ടോ? ശരി ശരി, കാണാമോ? കാണാം. അത് എന്നിട്ട് തലമുടിയുടെ ഭാഗം ഈ കൈയുടെ ഫ്രണ്ടിലേക്ക് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നതാണ്. എന്റെ ബാക്ക് സൈഡ് കണ്ടോ? ഇങ്ങനെ തന്നെ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് ചെയ്യണമെങ്കിൽ കുറെ സമയം എടുക്കും. ചെറിയ ടിഷ്യൂ പേപ്പർ ഒക്കെ ഇങ്ങനെ കയ്യിലിട്ട് പശയിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിട്ട് വേണം പിരുകാം, മൂക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോക്കേസിൽ വെക്കുകയും ചെയ്യാം. പെട്ടെന്ന് നോക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും, അത് ഭംഗിയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ പറഞ്ഞു.
റോസ്മിയുടെ പോലെ ചെയ്തിട്ട് വെക്കണം മിസ്. ഹസ്ബൻഡൊക്കെ ഞെട്ടിക്കണം. അതെ അതെ അതെ. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോഴേ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പം പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇതാരാ ചെയ്തേ എന്ന് ചോദിക്കല്ലോ. അപ്പൊ ഞാനാ ചെയ്തതെന്ന് പറയുമ്പോ നമുക്കൊരു ഇതല്ലേ. ഞാൻ ശരിക്കും ഇപ്പൊ എന്റെ വീട്ടിലല്ല, ഞാൻ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ കറണ്ട് കട്ടായി. ഇന്നിപ്പോ ഞാൻ അമ്മയുടെ വീട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ വീട്ടിൽ കുറെ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറെ ക്രാഫ്റ്റ് സാധനങ്ങൾ. അപ്പൊ ഞാൻ ഇന്ന് തന്നെ ക്ലാസ് എടുക്കേണ്ട ദിവസം തന്നെ ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന് കറണ്ട് കട്ട വൈകുന്നേരം വരെ വരുള്ളൂ. എന്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഷെയർ ചെയ്യാൻ പറയണം മിസ്. കുറെ കാര്യങ്ങള് റോസ്മി ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. മോക്ക് ഞാൻ ചാക്ക് വെച്ചിട്ട് ഫ്രോക്ക് ചെയ്തിട്ട് മറ്റേ എക്കോ ഫ്രണ്ട്ലി ഫാഷൻ ഷോയുടെ അപ്പൊ പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രൂപ്പിലിടാം. ഓക്കെ 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 റോസ്മി, എനിവേ താങ്ക് യു സോ മച്ച്. നല്ലൊരു ഫീൽ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സൈൻ ഔട്ട് ഉണ്ടോന്ന് അറിയില്ല മിസ്. യെസ്, ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മിസ്. യെസ് പ്ലീസ്. My name is Vincy. Today it was a very helpful class. Thank you for teacher. Thank you for Josmi for the wonderful section. And I am sign out from the section. Have a nice day. താങ്ക് യു വിൻസി, വെരി വെൽ ഡൺ. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു റോസ്മി. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു റോസ്മി. താങ്ക് യു റോസ്മി. താങ്ക് യു മിസ്. താങ്ക് യു റോസ്മി. ടീച്ചർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ ഇവിടെ അടുത്തൊരു സ്കൂളിലെ ഇതണക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കാര്യം ചോദിച്ച്, അന്നേരം അവരടുത്ത് ഞാൻ പറഞ്ഞു PG ചെയ്യുന്നത്, മോണ്ടിസോറി PG ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം അവിടുത്തെ സാറ് പറയുക PG അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, താൻ ഡിഗ്രി കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കുക. അത് അങ്ങനെയായിരുന്നു മോണ്ടിസോറി. ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞവർക്കാണ് PG ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ സ്കിൽ അക്കാദമിയുടെ കോഴ്സുകളെല്ലാം PG ചെയ്യാം എന്നാണ് പറയുന്നത്. +2 കഴിഞ്ഞിട്ട് ജയദേവ് സാറിനോട് ചോദിച്ചപ്പോ അങ്ങനെയാണ് പറയുന്നത്. സ്കിൽ ഡെവലപ്മെന്റിന്റെ കീഴിൽ വരുന്ന കോഴ്സുകൾക്ക്, അതായത് നമ്മൾ PGDCA ചെയ്യില്ലേ പണ്ട്, PGDCA ചെയ്യുന്നവര് ഡിഗ്രി ഇല്ലാത്തവരായിരുന്നു അന്ന്. അല്ലാത്തവർക്കും ചെയ്യാവുന്നതായിരുന്നു PGDCA. അതിനു മുമ്പ് DCA എടുത്താൽ മതിയെന്നോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതെന്നാണ് ജയദേവ് സാർ എന്നോട് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ ഒന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിക്കാം, കാരണം ഇതൊരു ഡൗട്ട് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞവർ മാത്രമാണ് PG ഡിപ്ലോമ ചെയ്തിട്ടുള്ളൂ മോണ്ടിസോറിയിൽ. ഇവിടെ ഞാൻ സ്കൂളിൽ ചോദിച്ചപ്പോ സാറും അങ്ങനെ പറഞ്ഞു, ഡിഗ്രി കഴിയാതെ എന്തുവായാലും PG ചെയ്യാൻ പറ്റത്തില്ല, താൻ ഡിഗ്രി കഴിഞ്ഞല്ലോ, +2 കഴിഞ്ഞിട്ട് പഠിക്കുന്ന ഡിപ്ലോമ ആയിരിക്കും എന്നാ പറയുന്നത്. ഡിപ്ലോമ കോഴ്സ് ആണ് ശരിക്കും 10th +2 കഴിഞ്ഞവർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ അങ്ങനെ പറയുന്നു, സ്കിൽ ഡെവലപ്മെന്റിന്റെ കീഴിലുള്ള കോഴ്സുകൾക്ക് അങ്ങനെ ബാധകമല്ല, PG ഡിപ്ലോമ എടുക്കാം എന്ന് പറയുന്നു. PG അല്ലല്ലോ, PG ഡിപ്ലോമ കോഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ PGയും ഡിപ്ലോമയും എടുത്തു കഴിഞ്ഞ് രണ്ട് സാലറിയാണ് ടീച്ചറെ കിട്ടുന്നത്. അത് സാലറിയുടെ കാര്യം നമുക്ക് പറയാം, കാരണം ഡിപ്പെൻഡിങ് ഓൺ ദ മാനേജ്മെന്റ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഡിപ്ലോമ കഴിഞ്ഞ് ചെല്ലുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് വേറെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ ആള് ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണെങ്കിൽ ആ സ്കൂളിന്റെ മാനേജ്മെന്റിന് വേണമെങ്കിൽ അതിനെ ഹയർ ക്ലാസ്സിലേക്ക് ഇടാം. അപ്പൊ പേയ്മെന്റ് കൂടുതൽ കൊടുക്കാലോ. ഞങ്ങളുടെ ബാച്ചിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എന്നെക്കാൾ ഏജ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ ആൾക്ക്, ഞാൻ 39 ആയപ്പോഴാണ് കോഴ്സ് ചെയ്തത്, അന്ന് തന്നെ ആൾക്ക് 45 ഉണ്ട് ഈ കോഴ്സ് ചെയ്യുമ്പോൾ. പക്ഷെ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു CBSE 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പലായി. ആൾക്ക് MAയോ അങ്ങനെ എന്തൊക്കെയോ വേറെ എന്തോ ഇതില് സബ്ജക്റ്റില് PG ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പൊട്ടൻഷ്യൽ തന്നെയാണ് നമുക്ക് ജോലി കിട്ടുന്നതും സാലറി ഒക്കെ. അതല്ല ടീച്ചറെ, അപ്പൊ സാറ് പറഞ്ഞ് ഈ +2 കഴിഞ്ഞവർക്ക് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും നന്നായിരിക്കുന്നത്, അല്ലാതെ എവിടെ ചെന്നാലും ഇവരിപ്പോ ഇങ്ങനെ ചോദിക്കത്തോളന്ന്. അതെ അതെ അതെ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം സ്കിൽ ഡെവലപ്മെന്റിന്റെ കീഴിലുള്ള കോഴ്സുകൾക്ക് ഇത് ബാധകമല്ല എന്നൊക്കെ പറയുന്നു. PG ഡിപ്ലോമ എടുക്കാം എന്ന് പറയുന്നുണ്ട് +2 കഴിഞ്ഞവർക്ക്. ഓക്കെ then, bye. Thank you, ma'am.
താങ്ക് യു മാം. താങ്ക് യു മാം.